ബാഴ്സലോണയിലേക്ക് മടങ്ങിപ്പോകാൻ തനിക്ക് ആഗ്രഹമുണ്ട്. മാധ്യമങ്ങളിലൂടെ നെയ്മറിന്റെ വെളിപ്പെടുത്തൽ PSG ഫാൻസിന് ചെറിയ ദേഷ്യമൊന്നുമല്ല അന്നുണ്ടാക്കിയത്. സ്ട്രാസ്ബർഗിനെതിരായ മത്സരത്തിനിറങ്ങുമ്പോൾ സൈഡ് സ്ക്രീനിൽ നെയ്മറുടെ പേര് എഴുതി കാണിച്ചപ്പോൾ മുതൽ കൂക്കുവിളി ആരംഭിച്ചു. നെയ്മറുടെ ഓരോ ടച്ചിലും PSG അൾട്രാസ് കഴിയുന്ന രീതിയിൽ തന്നെ അവഹേളിച്ചുകൊണ്ടിരുന്നു. അധിക സമയത്ത് പക്ഷേ നെയ്മർ അവതരിച്ചു. ഡിയാലോയുടെ ക്രോസിന് ഒരു ഓവർഹെഡ് കിക്ക്. അതുവരെ കൂക്കി വിളിച്ചവർ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. ഇതാദ്യമായല്ല എനിക്ക് നേരെ എല്ലാവരും കൂകി വിളിക്കുന്നത്. വിഷമം തോന്നുന്നു, പക്ഷേ പറയാതിരിക്കാനാവില്ല. ഇവിടെ എല്ലാ മത്സരവും എവേ ഗെയിം പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ക്ലബിനോ ഫാൻസിനോ എതിരല്ല. ഒരാഗ്രഹം തുറന്നു പറഞ്ഞു. ഇപ്പോൾ ഞാൻ PSG പ്ലെയറാണ്. ഈ ടീമിന് വേണ്ടി പരമാവധി ഞാൻ നൽകും. അന്ന് പ്ലെയർ ഓഫ് ദ മാച്ച് പുരസ്കാരം വാങ്ങിയ ശേഷം നെയ്മർ പറഞ്ഞു, അതൊരു ബ്രസീലിയൻ ബ്ലഡാണ്. അയാളെ അങ്ങനെയൊന്നും പ്രകോപിപ്പിക്കാൻ നിൽക്കരുത്. അതുപോലെ ഒരാളെക്കുറിച്ച് പറയാം. ബ്രസീലിലെ ഫവേലകളിലൊന്ന് ജന്മം കൊടുത്ത, കാലിൽ സാമ്പാ താളം ഒളിപ്പിച്ച വിനീഷ്യസ് ജൂനിയറിനെ കുറിച്ച്, കൂകി വിളിച്ച കാണികളെ കൊണ്ട് 2 ദിവസം കൊണ്ട് തന്നെ കൈയടിപ്പിച്ച മുതലിനെ കുറിച്ച്. ഇതാദ്യമായല്ല വിനീഷ്യസ് കൂക്കുവിളികൾക്കും വംശീയാധിക്ഷേപങ്ങൾക്കും ഇടയിൽ കളിക്കുന്നത്. കുരങ്ങനെന്ന് നിർത്താതെ വിളിച്ചപ്പോൾ ഒരിക്കൽ വലൻസിയയിലെ മെസ്റ്റല സ്റ്റേഡിയത്തിൽ കൊച്ചുകുട്ടിയെ കണക്ക് കരഞ്ഞിട്ടുണ്ട് വിനീഷ്യസ്. അന്ന് സർവ്വനിയന്ത്രണവും നഷ്ടപ്പെട്ട വിനീഷ്യസ് ഈ 22 വയസ്സിനിടെ തനിക്കെതിരായ എല്ലാ വെറികൾക്കെതിരെയും തുറന്നു പറഞ്ഞു. ലോകമെന്ന് അവനൊപ്പം നിന്നു. റിയോയിലെ ക്രൈസ്റ്റ് റെഡീമറിലെ ദീപം 1 മണിക്കൂർ അണച്ച് അവന് ഐക്യദാർഢ്യം നൽകി. ഫിഫ പ്രസിഡന്റ് ഇൻഫാന്റിനോയും അന്നത്തെ ബാഴ്സ പരിശീലകൻ സാവിയും അടക്കമുള്ള പ്രമുഖരും അന്ന് വിനീഷ്യസിനൊപ്പം നിന്നു. ആ പിന്തുണകൾക്ക് ശേഷം ഒരു പരിധിവരെ പിന്നീട് വംശവെറിക്ക് ഫുട്ബോളിൽ കുറവുണ്ടായിരുന്നു. സമീപകാലത്ത് വിനിക്കെതിരെ വന്നത് ചിലതെല്ലാം പിന്നീട് പേഴ്സണലുമായിരുന്നു. സാബി അലോൺസോയുടെ പുറത്താക്കലുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രതിഷേധങ്ങളെല്ലാം വന്നത്. ലെവാൻഡെ റയൽ മാഡ്രിഡ് മത്സരം സാന്റിയാഗോ ബെർണാബ്യൂവിൽ നടക്കുകയാണ്. മത്സരത്തിന് മുൻപേ തന്നെ വിനീഷ്യസിനെയും ബെല്ലിംഗാമിനെയും വാൽവെർഡെയുമെല്ലാം കാണികൾ നിർത്താതെ കൂകി വിളിച്ചു. എതിർ പോസ്റ്റിലേക്ക് പന്തുമായി വിനീഷ്യസ് കുതിക്കുമ്പോഴെല്ലാം സ്വന്തം ആരാധകർ തന്നെ താരത്തെ കൂവി. മത്സരം തീർന്ന ഉടൻ വിനീഷ്യസ് സ്വന്തം ടീം അംഗങ്ങൾക്കോ എതിർ ടീമുകൾക്കോ കൈകൊടുക്കാൻ പോലും നിൽക്കാതെ ഗ്രൗണ്ട് വിട്ടു. ചാമ്പ്യൻസ് ലീഗിൽ മൊണോക്കോയ്ക്കെതിരെ വിനീഷ്യസിനെ കാണികൾ നിലം തൊടിയിക്കില്ലെന്ന് മാനേജ്മെന്റ് കണക്കുകൂട്ടി. പക്ഷേ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. ബെർണാബ്യൂവിലെത്തിയ 70,000-ഓളം വരുന്ന കാണിക്കൂട്ടത്തെ വിനീഷ്യസ് ഇളക്കിമറിച്ചു. ഒരൊറ്റ മത്സരം കൊണ്ടവൻ പാപക്കറ കഴുകി കളഞ്ഞ് ലോസ് ബ്ലാങ്കോസിന്റെ പ്രിയപുത്രനായി. റയൽ മാഡ്രിഡിനെയും ബ്രസീലിയൻ ബ്ലഡിനെയും എഴുതി തള്ളരുത് എന്ന് കാണിച്ച മത്സരം കൂടിയായിരുന്നു അത്. 5-ാം മിനിറ്റിൽ തന്നെ റയൽ വെടിപൊട്ടിച്ചു. ക്യാപ്റ്റൻ വാൽവെർഡയിലൂടെ തുടങ്ങിയൊരു നീക്കം മൈതാന മധ്യത്ത് നിന്ന് മസ്റ്റാൻഡുവാനോയ്ക്ക് നൽകി. ഒറ്റ ഫേക്കിലൂടെ 3 ഡിഫൻഡർമാർക്കിടയിലൂടെ മസ്റ്റാൻഡുവാനോ പന്ത് ഓടിയെത്തിയ വാൽവെർഡയ്ക്ക് തന്നെ നൽകി. വലത് കാലുകൊണ്ട് ആ പന്തിനെ വരുതിയിലാക്കി വെട്ടിത്തിരിഞ്ഞ് ഇടം കാലുകൊണ്ട് നേരെ എംബാപ്പയ്ക്ക്. ഓടിയെത്തിയ എംബാപ്പയുടെ കാർപ്പറ്റ് ഷോട്ട് മൊണോക്കോ ഗോൾ പോസ്റ്റിൽ വിശ്രമിച്ചു. തൊട്ടടുത്ത മിനിറ്റിൽ തന്നെ മസ്റ്റാൻഡുവാനോയിലൂടെ വീണ്ടും റയലിന്റെ മുന്നേറ്റം. വിങ്ങിലൂടെ ഓടിക്കേറിയ വിനീഷ്യസിന്റെ ശ്രമം പക്ഷേ ഗോളായില്ല. പതിവില്ലാതെ സ്റ്റേഡിയത്തിൽ നിറഞ്ഞ കയ്യടിയായിരുന്നു വിനീഷ്യസിന്. ആ എനർജി മതിയായിരുന്നു വിനീഷ്യസിന് ഊർജം നൽകാൻ. പിന്നെ കണ്ടത് അക്ഷരാർത്ഥത്തിൽ വിനിയുടെ പൂണ്ടുവിളയാട്ടം. വൈകാതെ റയലിന്റെ 2ാം ഗോൾ. ആർഡ്രെ ഗുളാറിന്റെ പാസ് സ്വീകരിച്ച് വിനി നൽകിയ തളികയിലെന്ന വണ്ണമുള്ളൊരു പന്തിനെ എംബാപ്പെ അനായാസം ലക്ഷ്യത്തിലെത്തിച്ചു. ഇടയ്ക്കുള്ള മൊണോക്കൻ ശ്രമങ്ങൾ തിബോ കുർട്ടോയുടെ കൈപ്പിടികളിൽ ഒതുങ്ങി. 2ാം പകുതിയിൽ വിനി കൂടുതൽ അപകടകാരിയായി. 3ാം ഗോൾ അത് കാണിച്ചു തന്നു. എംബാപ്പയിൽ നിന്നു വന്നൊരു പന്ത് വരുതിയിലാക്കുമ്പോൾ ഒരു ലോങ് ഷോട്ടിനുള്ള സ്പേസ് ഉണ്ടായിരുന്നു വിനീഷ്യസിന്. എന്നാൽ അയാളത് ഓടിവരുന്ന മസ്റ്റാൻഡുവാനോയ്ക്ക് കൈമാറി. അർജന്റീൻ കൗമാരതാരം അനായാസം അത് ലക്ഷ്യത്തിലെത്തിക്കുകയും ചെയ്തു. തൊട്ടു പിന്നാലെ കെഹറടിച്ച ഓൺ ഗോളിലും വിനിയുടെ ടച്ച് ഉണ്ടായിരുന്നു. വിങ്ങിലൂടെ വിനി നൽകിയൊരു പാസ് ക്ലിയർ ചെയ്യാനുള്ള ശ്രമത്തിനിടെയാണ് ആ 4ാം ഗോൾ പിറന്നത്. എങ്ങനെയെങ്കിലും ഞാനൊന്ന് അടിക്കുമെന്ന വാശിയിൽ നിന്നാണ് റയലിന്റെ 5ാമത്തെയും വിനിയുടെ ആദ്യത്തെയും ഗോൾ പിറന്നത്. ബോക്സിൽ മൊണോക്കൻ ഡിഫൻസിനെ മുഴുവൻ ഓടിച്ച ശേഷം ക്രോസ് ബാർ തൊട്ടുരുമി ഉതിർത്തൊരു ഷോട്ട്. മൊണോക്കൻ ഗോളി ഫിലിപ്പ് കോൻ ക്ലൂലെസ്സായി. ടീമംഗങ്ങൾ മുഴുവൻ ഓടി വന്നെങ്കിലും വിനീഷ്യസ് നേരെ പോയത് പരിശീലകൻ അൽവാരോ അർബലോവയ്ക്കരികിലേക്ക്. അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു. സാബിയെ പുറത്താക്കുന്നതിൽ വലിയ പങ്കുവഹിച്ചു എന്ന് പറയപ്പെടുന്ന സാബി പോയ ശേഷം ഒരു പ്രതികരണവും നടത്താതിരുന്ന വിനി നേരെ അർബലോവയെ പോയി കെട്ടിപ്പിടിച്ചതിലുമുണ്ട് ഒരു മറുപടി. 70-ാം മിനിറ്റിൽ മൊണോക്കോയ്ക്ക് ചെറിയൊരു ആശ്വാസം. ജോർദാൻ ടെസ്സയടിച്ച ഗോൾ. റയൽ ഡിഫൻസും കുർട്ടോയും ദാനം നൽകിയ ഒന്നായിരുന്നു. 80-ാം മിനിറ്റിൽ റയൽ പട്ടിക പൂർത്തിയാക്കി. വാൽവെർഡയുടെ മനോഹരമായൊരു പാസ് സ്വീകരിച്ച് ബെല്ലിംഗാമിന്റെ ക്ലിനിക്കൽ ഫിനിഷ്. ശേഷം ഒരു പാർട്ടി സെലിബ്രേഷനും. പ്ലെയർ ഓഫ് ദ മാച്ച് പുരസ്കാരം സ്വീകരിച്ച ശേഷം TNT സ്പോർട്സിന് നൽകിയ അഭിമുഖത്തിൽ വിനീഷ്യസ് മനസ്സു തുറന്നു. ലെവാൻഡയ്ക്കെതിരായ മത്സരത്തിൽ സ്വന്തം ആരാധകർ തന്നെ
തനിക്കെതിരെ തിരിഞ്ഞത് വലിയ വിഷമമാണ് ഉണ്ടാക്കിയത്. ഈ ദിവസങ്ങൾ അത്രയും തനിക്കേറെ പ്രയാസമുള്ളതായിരുന്നു. ആരാധകർക്ക് അവരുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷേ തനിക്കെതിരെയുള്ള ഈ പ്രതിഷേധത്തിൻ്റെ കാരണം മനസ്സിലാകുന്നില്ല. ഈ മഹത്തരമായ ക്ലബ്ബ് തനിക്ക് ഒരുപാട് തന്നിട്ടുണ്ട്. തിരിച്ചും 100% ഞാൻ നൽകാനാണ് ശ്രമിക്കുന്നത്. ആരാധകരുടെ പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കും ടീമിനും ഫോമിലെത്താൻ സാധിക്കൂ. എല്ലാവരും ഒരുമിച്ച് നിൽക്കണം. നമുക്കൊരുപാട് കിരീടങ്ങൾ നേടാനുണ്ട്. വിനീഷ്യസ് പലതും ഉറപ്പിച്ച് തന്നെയാണ് പറയുന്നത്. ഇത്രയും വെല്ലുവിളികൾക്കിടയിൽ നിന്നുകൊണ്ട് അയാൾ ഇത്രയും നൽകുന്നുണ്ടെങ്കിൽ അയാൾക്ക് പൂർണ്ണ പിന്തുണ നൽകി നോക്കൂ. മാനേജ്മെൻറ്റ് ഇപ്പോഴും വിനീഷ്യസിൻ്റെ കരാർ പുതുക്കിയിട്ടില്ല. ഫ്ലോറന്റീനോ പെരസ് ഇനിയും അതിന് മടിക്കുമെന്ന് തോന്നുന്നില്ല. മടിച്ചാൽ നഷ്ടം അയാൾക്ക് തന്നെയാണ്. മാത്രമല്ല, വിനീഷ്യസ് ഒരുമ്പിട്ടിറങ്ങുമോ എന്നാൽ രോമാഞ്ചം കൊള്ളുന്നത് ബ്രസീലിയൻ ഫാൻസിന് കൂടിയാണ്. 5 മാസം തികച്ചില്ല അമേരിക്കയിൽ ലോകകപ്പിന്. പോയ വർഷങ്ങളിൽ കൊന്നു തിന്നവരോടൊക്കെ കണക്കുകൂടെ ചോദിക്കാനുണ്ട് വിനിക്കും ബ്രസീലിനും.